ഹായ്, ഇന്ന് നമുക്ക് പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 2 പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഒരു 9 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. ഈ രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിയണം. ഒത്തിരി മുഴുപ്പാകാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ പാവയ്ക്ക അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് അരിയാം. ഇങ്ങനെ ചെറുതായിട്ട് വട്ടത്തിൽ വേണം അരിഞ്ഞു കൊടുക്കാൻ. അപ്പോൾ നമുക്ക് അരപ്പരച്ചെടുക്കാം. അതിന് വേണ്ടി 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, നമുക്ക് 1/2 കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് പാവയ്ക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി 2 ഉണക്കമുളക്, കുറച്ച് കരിവേപ്പില, എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പാവയ്ക്കയുടെ പച്ച കളർ മാറി ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് വഴറ്റണം. നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പിടാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഒരു നുള്ളു മതി, ഒത്തിരി വേണ്ട. ഇനി നമുക്കധികം മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം. ഇനി അരപ്പിനകത്ത് വെള്ളം ഒന്ന് വറ്റി വരണം. ഇതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അരപ്പ് നന്നായിട്ട് പേസ്റ്റ് പോകണമെന്നും അരയണ്ട, ചെറിയ തരിയൊക്കെ കിടക്കാം. ഇപ്പം നമ്മുടെ അരപ്പിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 ലിറ്റർ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ കടുക് ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചാൽ മതി, അരയണ്ട. ഇപ്പോൾ നമ്മൾ കടുക് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.